നമസ്കാരം. ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ആസ്ഥാനത്തേക്ക് നടത്തിയ ആക്രമണത്തിൽ തലവൻ ഷെയ്ഖ് ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടു. ഇസ്രായേൽ സൈന്യമാണ് ഇക്കാര്യം അറിയിച്ചത്. 3 പതിറ്റാണ്ടായി ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലുള്ള സെക്രട്ടറി ജനറലാണ് ഹസൻ നസ്രല്ല. ലബനോനിലെയും പശ്ചിമേഷ്യയിലെയും ഏറ്റവും സ്വാധീനമുള്ള സായുധ സംഘടനയായി ഹിസ്ബുള്ളയെ വളർത്തിയെടുത്തത് ഹസൻ നസ്രല്ലയാണ്. അബ്ബാസ് അൽ മുസാവി കൊല്ലപ്പെട്ടപ്പോൾ 1992 32-ാം വയസ്സിൽ നേതൃത്വമേറ്റെടുത്താണ് ഹിസ്ബുള്ളയുടെ തലപ്പത്തേക്ക് ഷെയ്ഖ് ഹസൻ നസ്രല്ല എത്തിയത്. ഇറാൻ പിന്തുണയോടെയാണ് ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ. 18 വർഷമായി ഇസ്രായേൽ ഹസൻ നസ്രല്ലയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പുറത്തുവന്ന റിപ്പോർട്ട് ശരിയാണെങ്കിൽ ഇറാൻ പിന്തുണയോടെ ഹിസ്ബുള്ള ഇസ്രായേൽ നേർക്കുനേർ പോരാട്ടത്തിലേക്ക് പുതിയ സംഭവ വികാസങ്ങൾ നയിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ വിവരം ഹിസ്ബുള്ളയോ ലബനീസ് അധികൃതരോ സ്ഥിരീകരിച്ചിട്ടില്ല. ലബനനിൽ വ്യോമാക്രമണം കടുപ്പിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. തെക്കൻ ബെയ്റൂട്ടിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ നസ്രല്ലയുടെ മകൾ സൈനബ് നസ്രല്ല കൊല്ലപ്പെട്ടതായും ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇക്കാര്യം സംബന്ധിച്ച് ഇസ്രായേലോ ഹിസ്ബുള്ളയോ ലബനീസ് അധികൃതരോ പ്രതികരിച്ചിട്ടില്ല. സൈനബ് നസ്രല്ലയുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടാൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള നിലവിലെ ഏറ്റുമുട്ടലിന്റെ രൂപവും ഭാവവും മാറിയേക്കാനാണ് സാധ്യത.